കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. നോക്കിക്കോടി, നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തവും ഇല്ല, മനസ്സിലായാ? നിനക്കുണ്ടല്ലോ ഒരു കാലത്തും നീനാക്കുറിപ്പെ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്ത്യം ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഉണ്ടല്ലോ കാണുന്നവരുണ്ടാവും, എന്റെ ആത്മാവെങ്കിലും കാണും. അത് നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. ടോട്ടൽ 17 മിനിറ്റ് എന്നെ അവര് പറഞ്ഞത് വളരെ മോശമായ ഭാഷയാണ് എനിക്കെതിരെ ഉപയോഗിച്ചത്. എനിക്കത് ഒരു മാപ്പിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു അത്. കാരണം എന്റെ വീട്ടുകാരും എന്റെ മകള് വരെ. നമസ്കാരം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീനാക്കുറുപ്പ്. മുമ്പ് നീനാക്കുറുപ്പിനെതിരായിട്ട് ലക്ഷ്മിപ്രിയ പറഞ്ഞ വാക്കുകൾ, ആ തെറിവിളി, സത്യം പറഞ്ഞാൽ ആർക്ക് കേട്ടാലും ആ ഒരു തെറിവിളി കേട്ട് കഴിഞ്ഞ സങ്കടം വരും എന്നുള്ളതാണ്. അതിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നീനാക്കുറുപ്പ് ഒരു വോയിസ് വിട്ടിട്ടുണ്ട്. വളരെ സങ്കടകരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് ആ ഒരു വോയിസ്. ആ നീനാക്കുറുപ്പിനെ അന്ന് വിളിച്ച തെറിയും ഞാൻ ഇതിനകത്ത് വെക്കുന്നതിന്റെ കുറച്ച് ഭാഗം, എന്റെ ഫുൾ ഭാഗം ഞാൻ തന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, പോയി കേൾക്കണം. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന എന്താണ്, ഒരു സഭ്യതയും ഇല്ലാത്ത, ഒരു സംസ്കാരവും ഇല്ലാത്ത തെറി, നീ പുഴുത്തു ചാവൂടി, മറ്റവളെ മറച്ചവളെ, നീ നിന്റെ ശാപമാണടി, നിനക്ക് എന്ത് കഴിവുണ്ടടി, മറ്റവളെ നിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ലക്ഷ്മിപ്രിയ ആരാണെന്ന്, അവരുടെ സംസ്കാരം എന്താണെന്ന് കൃത്യമായിട്ട് അതിൽ അറിയാൻ പറ്റും. അതിൽ തെറിയാണ് വിളിച്ചു കൂട്ടിയത്. പക്ഷെ അതിനെതിരായിട്ട് നീനാക്കുറുപ്പ് കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അത് എനിക്ക് തുറന്നു പറയാതെ ഞാൻ മീറ്റിംഗിൽ വെച്ച് അവിടെ വെച്ച് നമുക്ക് പരിഹരിച്ചോളാം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം കുറച്ച് പ്രശസ്ത ഭാഗങ്ങൾ. ഫുള്ളാ കാണണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. എനിക്ക് ഫുള്ള 17 മിനിറ്റുള്ള ഒരു സാധനം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ നീനാക്കുറുപ്പ് പറഞ്ഞ ഒരു വാക്ക്, നീനാക്കുറുപ്പ് ഇപ്പം സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സാധനം. ലക്ഷ്മിപ്രിയ എന്നെ കുറിച്ചിട്ട് ഗ്രൂപ്പിലും മീറ്റിംഗിലും മോശമായിട്ട് പറയാൻ തുടങ്ങിയത് അന്നൊന്നുമല്ല. നമ്മൾ ഈസി കൂടിയത് മുതൽ, ഈ പുതിയ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുതിയ കമ്മിറ്റി കൂടിയത് ഒരു 3-ാമത്തെ ദിവസം മുതൽ ലക്ഷ്മിപ്രിയ എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാവരും കേൾക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് പല മീറ്റിംഗ്സിലും ലക്ഷ്മിപ്രിയ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏതോ ഒരു മീറ്റിംഗിൽ മാത്രമാണ് എല്ലാവരും കുറച്ച് പേര് റിയാക്ട് ചെയ്തത്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞത്. പക്ഷെ പല മീറ്റിങ്ങുകളിലും അവരെന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഞാനൊരു വളരെ സീനിയർ മെമ്പറാണ്. എനിക്ക് എന്നെക്കാട്ടും ജൂനിയേഴ്സ് ആയ ആൾക്കാർ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അവർ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തെ 15-ാം തീയതി രാവിലെ അവർ ഗ്രൂപ്പിലിട്ട് എന്നെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന മെസ്സേജിൽ എനിക്ക് 10-17 മിനിറ്റോളം അവർ സംസാരിച്ചിട്ടുണ്ട്. മൂന്ന് ഓഡിയോ ആയിട്ടാണ് അവർ സംസാരിച്ചത്. ടോട്ടൽ 17 മിനിറ്റ് എന്നെ അവർ പറഞ്ഞത് വളരെ മോശമായ ഭാഷയാണ് എനിക്കെതിരെ ഉപയോഗിച്ചത്. എനിക്കത് ഒരു മാപ്പിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു അത്. കാരണം എന്റെ വീട്ടുകാരും എന്റെ മകള് വരെ. എനിക്ക് താങ്കളുടെ വിഷമം മനസ്സിലാവും. നമ്മൾ എല്ലാത്തിനും നേരിട്ടല്ലേ പറ്റൂ. അപ്പോൾ ധൈര്യമായിട്ടിരിക്കും പറയും. അപ്പോൾ എനിക്ക് ഇനി അറിയേണ്ട ഒരു കാര്യം നീന, എന്താണ് അമ്മയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും താൻ ഒന്നും അറിയുന്നില്ല എന്ന് പ്രസിഡന്റ് പോലും പറയുന്ന സാഹചര്യമുണ്ട്. പ്രസിഡന്റ് എല്ലാ കാര്യവും അറിയേണ്ടത് അത് പ്രസിഡന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രസിഡന്റിന്റെ എന്താ പറയാ ഫെയിലിയർ ആണ്. പ്രസിഡന്റ് അറിയണം. പ്രസിഡന്റ് അറിയാതെ അവിടെ നടക്കാൻ പാടില്ല. അത് എന്റെ വീട്ടില് ഞാനും എന്റെ കുടുംബവും താമസിക്കുന്ന എന്റെ വീട്ടില് ഒരു കാര്യം നടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ എന്റെ വീടിന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ പ്രസിഡന്റ് അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ടോട്ടലി ദ പ്രസിഡന്റ്സ് ഇറസ്പോൺസിബിലിറ്റി എന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രസിഡന്റ് അറിയണം. പ്രസിഡന്റ് അറിയാത്തതിനെ കുറിച്ച് ഞാനും പ്രസിഡന്റിനോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ശ്വേത അറിയുന്നില്ല, ശ്വേത എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, ശ്വേത എന്തുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നില്ല, ശ്വേത ചോദിക്കണ്ടേ എന്ന് ഞാൻ പലപ്പോഴും പ്രസിഡന്റിനോട് സപ്പോർട്ട് ചെയ്തിട്ട് പ്രസിഡന്റിന് ഇനിയും സ്ട്രോങ് ആവണം എന്ന് പലപ്പോഴും ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞത്. അത് പ്രസിഡന്റ് പറയുന്നത് തനിക്കെതിരെ ശ്വേതയ്ക്കെതിരെ ഒരു സംഘം എക്സിക്യൂട്ടീവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ കരുതുന്നുണ്ടോ നീന? ഇല്ല, ഒരിക്കലും ഇല്ല. ശ്വേതയ്ക്കെതിരെ അവിടെ ആരും പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ശ്വേതയ്ക്ക് കൂടെ നിൽക്കുന്ന കുറച്ചു പേരുണ്ട്. അപ്പോ ഇതിനകത്ത് അവര് പറയുന്നില്ല എന്റെ അമ്മയും എന്റെ മക്കളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ രീതിയിലാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ഒരു ബഹുമാനവും ഇല്ലാതെ ഈ ചന്ത വർത്താനം എന്നൊക്കെ പറയില്ലേ,
ആ രീതിയിലാണ് ലക്ഷ്മിപ്രിയ തന്റെ സംസ്കാരം അവിടെ കാണിച്ചു എന്നുള്ളതാണ്. ഇനി അതുമല്ല, ഇവര് ഈ പറയുന്നതിൽ മറ്റൊരു കേസ് കൂടിയുണ്ട്. ഈ ശ്വേതാ മേനോൻ പറഞ്ഞു എനിക്കിതൊന്നും അറിഞ്ഞില്ല എന്നുള്ളത്. അത് ഇവർ പറയുന്ന നീന കുറുപ്പ് പറയുന്ന കറക്റ്റാണ്. ഒരു അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ അവർ അന്വേഷിക്കണം. അവരറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ അടിപിടി ഈ സംഭവം ഒന്നും ശ്വേതാ മേനോൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ശ്വേതാ മേനോന്റെ കഴിവുകേടാണ് എന്നുള്ളത്. അത് നീന കുറുപ്പ് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ഇവിടെ എന്തിനാ മെയിലിട്ടു ഞാൻ അറിഞ്ഞില്ല, മെയിൽ ആരൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെയാണ് ഈ പറയുന്ന ശ്വേതാ മേനോൻ പറയുന്നത്. ഇനിയിപ്പം മറ്റേ പൈസ വാങ്ങിച്ചതും അവിടെ നിന്ന് 75 ലക്ഷം രൂപ വാങ്ങിച്ച അത് ഞാൻ അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ കഴുകി കളയാനുള്ള കൈയഴുകി മാറാനുള്ള ഒരു തത്രപ്പാടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത്രയും സങ്കടപ്പെട്ട് കരയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ വിളിച്ചത് എന്നുള്ളത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വെക്കാം. അത് തന്നെ ഉണ്ട്. ആ 17 മിനിറ്റും പ്രാപ്തനാണ്, പ്രാഗി കൊല്ലും എന്നുള്ളതാണ്. അമ്മാതിരിയാണ് തെറി വിളിച്ച് കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അത് നമുക്ക് ഇവിടെ കേൾക്കാം. നീന കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആളെടുത്തിരിക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ട 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 എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്. നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ, മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങളെന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീന കുറുപ്പേ പറ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും, മനസ്സിലായോ? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരെയും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാണ്. നീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്, മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു ഉണ്ടയും സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റില് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകമെന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ സ്ത്രീയെ? അവനിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെയാ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോ ഞാൻ ഓർത്തത് എന്നുമായിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിലെ ഞാൻ ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്, അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ല എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നേ? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ടുതരാം. ആ കുഞ്ഞ് ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ പറഞ്ഞ വാക്കാണ്. ഇത്രയും തെറി പിടിച്ച നിങ്ങൾ കൃമിയാണ്, നിങ്ങൾ വിഷമാണ്, നിങ്ങളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, നിങ്ങൾ പുഴുത്തേ ചാവുള്ളൂ ഒക്കെ പറഞ്ഞിട്ട് പറയില്ലേ നിങ്ങളുമായിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് നിങ്ങളോട് ഒരു വിരോധം ഇല്ലെന്ന്. കേട്ടാ കുറച്ചു മുമ്പേ. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ച ഭാഗം. അതിന് ഇവര് പിടിച്ചു വെച്ചു. ഈ സ്ത്രീക്ക് ആരാ ഇത്രയൊക്കെ ചെയ്യും? ഇവരെന്താ പോലീസോ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? ഇവരാരാ? എനിക്കൊന്ന് പറഞ്ഞോ നിങ്ങള്. ഇവര് നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ലേ ശ്വേത ചേച്ചി, കുക്കു ചേച്ചി? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ?
ഇതാണ് നമ്മുടെ കുടുംബം. അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. നോക്കിക്കോടി, നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തോ ഇല്ല. മനസ്സിലായ? നിനക്കുണ്ടല്ലോ ഒരു കാലത്തും നീനാക്കുറിപ്പെ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്ത്യം ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഉണ്ടല്ലോ കാണുന്നവരുണ്ടാവും. എന്റെ ആത്മാവെങ്കിലും കാണും അത്. നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ. ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തോ ഇല്ല. നീ ആരാ ഇവിടുത്തെ? നീ എന്താ ഞങ്ങളുടെ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയായിരുന്നു കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അവരെ കയറ്റിയില്ല, ഇവരെ കയറ്റിയില്ല. എന്താ നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? ഞങ്ങളെ തിരിവ് ആരോടും ഇല്ല. ഞങ്ങൾക്ക് ആരും വലുത് ഒരാൾ ചെറുതെന്നില്ല. എന്റെ അമ്മോ, എന്തൊരു തെറിവിളിയുടെ ഏത് ചന്തയിൽ നീ വന്നത്? എന്തൊരു സംസ്കാരം ഇത്? ഇങ്ങനെയാണോ കൂടെ നിൽക്കുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ അത് ഗ്രൂപ്പ് വഴി ഇങ്ങനെയാണോ വിളിക്കുന്നത്? ഈ ഗ്രൂപ്പ് ഇത്രയും ആൾക്കാർ കേൾക്കുക ഇങ്ങനെയാണെങ്കിൽ പിന്നീട് ഒറ്റയ്ക്കാകുമ്പോൾ ഇവർ എന്തൊക്കെ തെറികളായിരിക്കും വിളിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ ഒരു വിരോധം ഇല്ല. നീ പുഴുത്ത് ചാവും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടെ വാക്കിൽ നിന്ന് കൃത്യമായിട്ട് അറിയുമ്പോൾ അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇതൊക്കെ പറയാൻ കാരണം സേതാ മേനോന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സേതാ മേനോ എന്ന് വിളിക്കുന്നുണ്ടോ? സേതാ മേനോന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടി ചേർത്ത് കുക്കു പരമേശ്വരൻ 2 കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർത്താണ് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഗുണ്ട, ഇത് കേട്ട് കഴിഞ്ഞാൽ ഗുണ്ട എന്ന് പറഞ്ഞല്ലേ, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഗുണ്ട ഈ ഒരു സാധനം ചെയ്തത്. അതിന്റെ മറുപടിയായിട്ടാണ് ഇപ്പോ കുക്കു പരമേശ്വരൻ ഈ പറയുന്ന നീനാക്കുറുപ്പ് വന്നിട്ട് എനിക്കത് വളരെ ഇപ്പം ആ നീനാക്കുറുപ്പിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ അവർ മകളായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ സ്വന്തം അമ്മയെ ഈ രീതിയിൽ ഒരാളെ വിളിച്ചു പറയുന്നത് സോഷ്യൽ മീഡിയ മൊത്തം കത്തി പടർന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് എന്തായാലും വിഷമമുണ്ട്. അതുകൊണ്ടാണ് അവർ വിങ്ങിപ്പൊട്ടി കരഞ്ഞത് എന്നുള്ളതാണ്. അവരവിടെ ചെയ്ത ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യം ഇവർ അതേ നാണയത്തിന് തിരിച്ചടിച്ചില്ല എന്നുള്ളതാണ്. അതേ നാണയത്തിന് മറുപടി കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗം ക്ലിയർ ആണ്. ശരി, ഓക്കെ, അവർ ഇതുപോലുള്ള വൃത്തികെട്ട 4-കിട പരിപാടികൾ ചെയ്തിട്ടില്ല. അവർ ഈ ഒരു വിഷയം അതിനകത്ത് അവരുടെ സംഘടനയിനകത്ത് വെച്ച് തന്നെ ഇതിനെ ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊന്നുമല്ല, ഞാൻ ഫുൾ വെർഷനാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം, ലിങ്കിൽ കൊടുത്തിരിക്കുക. അത് നിങ്ങൾ പോയി കാണുന്നുണ്ട്. 17 മിനിറ്റ് തെറിയാണ്. ഫുൾ എവരെ മാറി പുടുത്ത് ചാവും. നിനക്ക് എന്താടി സൗന്ദര്യം, നിനക്ക് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയിട്ട് നിനക്ക് ഇത്ര മറ്റതാടി മറിച്ചതാടി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറയണമെന്ന് ലക്ഷ്മിപ്രിയയ്ക്ക് പോലും അറിഞ്ഞൂടെ. ഈ ബിഗ് ബോസിൽ നിന്ന് തുപ്പിയ സമയം ഉണ്ടല്ലോ, കാർക്കിച്ച് തുപ്പുന്ന ഒരു സാധനമാണ്. ആ സെയിം സാധനമാണ് ഇവിടെ കാണിച്ചത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ കൊടുക്കണം. ശേഷം